ഇന്നലത്തെ അമ്പലയാത്രയൊക്കെ കഴിഞ്ഞ് ഒന്ന് നമ്മൾ അടുക്കളയിൽ കയറി നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കലും വെള്ളം ചൂടാക്കി വെക്കലൊക്കെ കഴിഞ്ഞ് നമ്മളിന്ന് ചപ്പാത്തി ഇടാം. ഞാൻ ഒന്ന് പുറത്തുനിന്ന് ഒരു പാക്കറ്റ് ചപ്പാത്തി മേടിച്ചതാണ്, എന്നിട്ട് അത് പിന്നെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമാണ് പുറത്തത്തെ ചപ്പാത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിച്ച് ഇന്നലെ തിരിച്ച് വരുമ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ കഴിച്ച് നോക്കിയിട്ടില്ല, കഴിച്ച് നോക്കിയിട്ട് വേണം പറയാൻ കേട്ടോ. ഉണ്ടാക്കി വെക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കറിയായിട്ട് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഒരു 2-3 പീസ് ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു. ഉള്ളിയൊക്കെ കൂടെ വെച്ചിട്ട് ഒരു സ്റ്റൂ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എന്താ വെച്ചാൽ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കറി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. എനിക്കിങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുമ്പോൾ വെറും വൈറ്റായിട്ടിരിക്കുന്ന കറിയേക്കാൾ കൂടുതൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ സാധാ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാനിന്ന് പറയാൻ വിചാരിച്ചൊരു കാര്യം ഇതൊന്നുമല്ല. നമ്മുടെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്, പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് പിടികിട്ടിയിട്ടില്ല. അവരെന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നതാണ്. എൻ്റെ ചാനൽ കാണാറുണ്ട്, ഇങ്ങനെ കുക്കിംഗ് വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അവരുടെ പേരെന്താണ്ട് ലൈല എന്നങ്ങാണ്ടോ, ഞാൻ മറന്നുപോയി. അവർ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ യൂട്യൂബ് ചാനൽ ഒരു ഹാൻഡിക്യാപ്ഡ്, അതായത് കൈക്ക് സ്വാധീനം ഇല്ലാത്തൊരു ചേച്ചിയാണ് യൂട്യൂബ് ചാനൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണെന്ന് പറഞ്ഞു. അവരുടെ പേര് അനിത TV അങ്ങനെയാണ്. അവരുടെ ചാനലിൻ്റെ പേര് എനിക്കൊന്ന് വിട്ടുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെന്തോ മറന്നുപോയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ട് ചേച്ചിമാരും കൂടെ ചേർന്നിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ വരുന്ന സമയത്ത് എന്തായാലും അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരും കൂടെ പറയാം കേട്ടോ. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം, പൈസ കൊണ്ടല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരമല്ലേ.